ഹലോ ഓൾ, ഞാൻ കുറേ നാളായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. അതിനുള്ള ഒരു സിറ്റുവേഷൻ ഒത്തു വന്നത് ഇപ്പോഴാണ്. പിന്നെ കുറച്ച് മടിയും ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോഴാണ് വീഡിയോസ് എടുത്തു തുടങ്ങണമെന്നുള്ള ഒരു ഡിസിഷൻ എടുത്തത്. പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ കുറച്ചും കൂടി ടൈം എടുത്തു ഞാൻ. ഇപ്പം ഞങ്ങളുള്ളത് പെരുമ്പാവൂരുള്ള ആയുർഗ്രേസ് ആയുർവേദ ഹോസ്പിറ്റലിലാണ്. ഞങ്ങൾ പോസ്റ്റ്നേറ്റൽ കെയറിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. 14 ദിവസത്തെ പാക്കേജാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഞാൻ പൊതുവെ സംസാരിക്കാൻ മടിയുള്ള കൂട്ടത്തിലാണ്. എന്നാലും എനിക്കിങ്ങനെ വീഡിയോസൊക്കെ ചെയ്തിടുന്നത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എൻ്റെ മൈൻഡൊക്കെ സെറ്റാക്കി വെച്ചേക്കാണ്. ഇവിടെ രാവിലെ തന്നെ നമുക്ക് കഴിക്കാനുള്ള കഷായവും കാപ്പിയും ഫുഡും ഒക്കെ വരും. അത് നമ്മൾ കറക്റ്റ് ടൈമിൽ നമ്മൾ കഴിക്കണം. പിന്നെ അമ്മ ഉള്ളതുകൊണ്ട് അവൻ ഉണർന്നാലും എനിക്ക് സമാധാനമായിട്ട് ഫുഡ് കഴിക്കാനും സമയത്തിന് റെസ്റ്റ് എടുക്കാനും പ്രോപ്പർ ട്രീറ്റ്മെൻറ്റിനും ഒക്കെ ടൈമുണ്ട്. എൻ്റെ കാപ്പി കൂടി കഴിഞ്ഞപ്പോഴേക്കും അണ്ണൻ സെറ്റായി. പിന്നെ ഞങ്ങൾ കുറച്ച് ടമ്മി മസാജൊക്കെ ചെയ്തു. ഇപ്പോഴത്തെ ന്യൂ ബോൺസിന് വരുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഇഷ്യൂ ആണ് ഗ്യാസ് ഫോം ചെയ്യുന്നത്. അത് കുറയ്ക്കാൻ ഇത് എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞിനിത് ചെയ്യുന്നത് ഇഷ്ടമായതുകൊണ്ട് ആ ടൈമിൽ പുള്ളി കരയാണ്ട് കിടന്നോളും. അല്ലാത്ത ടൈമിൽ പുള്ളി ബെഡിൽ കിടക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. പിന്നെ പണ്ടുള്ളവർ പറയുമല്ലോ, കൈച്ചൂട് പിടിപ്പിക്കരുത്, കുഞ്ഞ് പിന്നെ നിലത്ത് കിടക്കില്ല എന്നൊക്കെ. അതുകൊണ്ട് തന്നെ മാക്സിമം അവനെ കിടന്ന് കളിപ്പിക്കാൻ വേണ്ടി ഞാൻ നോക്കാറുണ്ട്. കുറച്ച് നേരമൊക്കെ ആശം കിടക്കും. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ഉറങ്ങാനുള്ള ടൈമായി. ചില ടൈമിൽ അവൻ പെട്ടെന്ന് ഉറങ്ങും, ചിലപ്പോൾ നല്ലൊരു ടാസ്ക് ആയിരിക്കും. ഇന്ന് അതുപോലൊരു ദിവസമായിരുന്നു. ഇന്ന് കുറച്ച് സമയമെടുത്ത് അവനൊന്ന് ഉറങ്ങി വരാനായിട്ട്. അങ്ങനെ അവനെ ഉറക്കി വന്നപ്പോഴത്തേക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി. ഇന്ന് അപ്പോൾ സ്റ്റൂ ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹെയറൊക്കെ ഒന്ന് സെറ്റാക്കി. കാരണം എനിക്ക് പണ്ട് മുതൽ നല്ല ഹെയർ ഫാളുണ്ട്. പിന്നെ ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ പിന്നെയാണ് കുറച്ചൊന്ന് കുറഞ്ഞത്. നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോകുന്നതിന് മുന്നേ നമ്മളെല്ലാം സെറ്റായിട്ടിരിക്കണം. കാരണം അവരൊരു ടൈമിൽ നമ്മളെ വന്ന് വിളിക്കും, അപ്പോൾ തന്നെ നമ്മൾ ചെല്ലണം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് എനിക്ക് പോവാനുള്ള സമയം. അങ്ങനെ ഇന്നത്തെ ഒഴിച്ചിലും പിഴിച്ചിലും അതുപോലെ ധൂമപാനവും എല്ലാം കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴത്തേക്ക് എനിക്കുള്ള ജ്യൂസ് സെറ്റായിരുന്നു. ഇന്നത്തെ ജ്യൂസ് പാഷൻ ഫ്രൂട്ടായിരുന്നു. അങ്ങനെ പാഷൻ ഫ്രൂട്ട് ജ്യൂസൊക്കെ കുടിച്ച് ഞാൻ സെറ്റായപ്പോഴേക്കും കുഞ്ഞ് കുളിച്ച് റെഡി ആയിട്ടിരിക്കണ്ടായി. അവന് പാലും കൊടുത്ത് പതിവ് പോലെ അവനെ ഉറക്കാനുള്ള അടുത്ത ടാസ്കിലേക്ക് ഞാൻ കടന്നു. ഇന്നും അതുപോലെ തന്നെ അവനെ കുറച്ച് കൂടുതൽ സമയം എടുത്ത് എനിക്ക് ഉറക്കി വരാനായിട്ട്. അങ്ങനെ ഉറക്കി കിടത്തിയപ്പോഴേക്കും ഉച്ചത്തെ ഫുഡ് വന്നു. ഇന്ന് ചോറും മത്തങ്ങ എരിശ്ശേരിയും പപ്പടമായിരുന്നു. ഞാൻ ചോറുണ്ട് കഴിഞ്ഞപ്പോഴേക്കും അണ്ണൻ വീണ്ടും എണീറ്റു. അപ്പം അമ്മ രംഗത്തെത്തി. അമ്മ അവനെ ഉറക്കി ആ ടാസ്ക് കംപ്ലീറ്റ് ആക്കി. അങ്ങനെ അവൻ്റെ കൂടെ ഞാനും കുറച്ചു നേരം കിടന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചായയും കടിയെത്തി. എനിക്ക് പാലും അമ്മയ്ക്ക് ചായയായിരുന്നു. ഇന്ന് ശർക്കര വെച്ചിട്ടുള്ള ഇഡ്ഡലിയായിരുന്നു സ്പെഷ്യൽ. അത് കഴിച്ചപ്പോഴേക്കും കുഞ്ഞ് വീണ്ടും പാൽ കുടിക്കാനായിട്ട് എണീറ്റു. പിന്നെ അവന് പാൽ കൊടുത്ത് പാമ്പറൊക്കെ സെറ്റാക്കിയപ്പോഴത്തേക്കും സമയം പോയത് അറിഞ്ഞില്ല. സമയം 6 മണി കഴിഞ്ഞത്. ഇന്നത്തെ രാത്രി ഭക്ഷണം ഫ്രൈഡ് റൈസും വെജിറ്റബിൾസും അച്ചാറും ആയിരുന്നു. അത് കൂട്ടി ഞാൻ നല്ലൊരു പെട പറിച്ചു. അപ്പോഴേക്കും അണ്ണൻ നല്ല ഉറക്കമായിരുന്നു, കൂടെ അമ്മൂമ്മയും. ആ ടൈം കൊണ്ട് കുറച്ചു നേരം ഞാൻ ഫോണിൽ തോണ്ടിയിരുന്നു. പിന്നെ എൻ്റെ കെട്ടിയവനെ വിളിച്ചപ്പോഴേക്കും എനിക്ക് കിടക്കാനുള്ള സമയമായി. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ.